Dear children, this is our textbook. In this textbook, we have to study 6 units. The first unit, Glimpses of Greatness. In the first unit, we have to study 4 lessons. This unit consists of 4 lessons. The first unit name is Glimpses of Greatness. What is mean by Glimpses of Greatness? എന്താ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ നേർക്കാഴ്ചകൾ എന്നാണ്. മഹത്വത്തിൻ്റെ നേർക്കാഴ്ചകൾ. അപ്പോൾ ഗ്ലിംസസ് പറഞ്ഞാൽ നേർക്കാഴ്ചകൾ അല്ലെങ്കിൽ ദൃശ്യം എന്നൊക്കെ പറയും. ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ മഹത്വം. ഇനി വാട്ട് ഈസ് ഗ്രേറ്റ്നെസ്? ശരിക്കും ഗ്രേറ്റ് മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്വാളിറ്റി ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഗ്രേറ്റ്. മഹാനാവാനുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. മഹത്വം എന്ന് പറഞ്ഞതാണ് ക്വാളിറ്റി ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നോട്ടബിൾ ഓർ ഡിസ്റ്റിങ്വിഷ്ഡ് അല്ലേ? ചില പ്രത്യേക വ്യക്തികൾക്കാണ് നമ്മളിത് ഗ്രേറ്റ് എന്ന് പറയാം. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മഹാൻ. ആ മഹാനാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? ഗ്രേറ്റ്നെസ്സിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് വേണം. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രേറ്റ്നെസ്സിൻ്റെ ക്വാളിറ്റീസ്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്രേറ്റ്നെസ്സിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കും. ഇനി യു ഹാവ് ഹേർഡ് എ ലോട്ട് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. ഒരുപാട് മഹത് വ്യക്തികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരൊക്കെയാണ് മഹത് വ്യക്തികൾ? നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ ഈസ് എ ഗ്രേറ്റ് മാൻ അല്ലേ? കാരണം മഹാനായ വ്യക്തിയാണ് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധി, പിന്നെ നെൽസൺ മണ്ടേല, അങ്ങനെ ഒരുപാട് വ്യക്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻ ദിസ് യൂണിറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ കോട്ട് ഓഫ് വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു കോട്ടുമായിട്ടാണ് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ കോട്ട്? സക്സസ് ഈസ് നോട്ട് എ ഫൈനൽ, ഫെയിലർ ഈസ് നോട്ട് എ ഫേറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്. ആരാ വിൻസ്റ്റൺ ചർച്ചിൽ? വിൻസ്റ്റൺ ചർച്ചിൽ വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ശരിക്കും 1945-55 ആ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഭരിച്ചിരുന്നത് ആരായിരുന്നു? ശരിക്കും വിൻസ്റ്റൺ ചർച്ചിലാണ് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം ദ വിക്ടോറിയസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ എന്നൊക്കെ പറയാറുണ്ട്. സക്സസ് ഈസ് നോട്ട് എ ഫൈനൽ, ഫെയിലർ ഈസ് നോട്ട് എ ഫേറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? വിജയം അന്തിമമല്ല, ഫെയിലർ ഈസ് നോട്ട് എ ഫേറ്റൽ, പരാജയം മാരകമല്ല, ബട്ട് ഇറ്റ് ഈസ് ദ കറേജ്, അതൊരു ധൈര്യം തരലാണ്. ഇതിലേക്കുള്ള ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്, ആ വിജയത്തിലേക്കുള്ളൊരു പരാജയമാണ്. ദിറ്റ് ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ് അല്ലേ? വിജയത്തിലേക്കുള്ള ഒരു ചവിട്ട് പടിയാണ് ഏത്? പരാജയം എന്ന് പറയുന്നത്. കാരണം ഇറ്റ് മീൻസ് വെൻ വി ആർ ഗോയിങ് ത്രൂ ദ മാസീവ് എമൗണ്ട് ഓഫ് പെയിൻ ഇൻ അവർ ലൈഫ് അസോസിയേറ്റഡ് വിത്ത് നീഡിങ് ഫെയിലർ. ഒരുപാട് പരാജയം ഏറ്റുവാങ്ങിയ ഒരാൾക്ക് ഫുള്ള് പെയിൻ ആയിരിക്കാം, അതുപോലെ തന്നെ ഫുള്ള് നിരാശയായിരിക്കാം, ഒരു ഡിസാസ്റ്റർ ആയിരിക്കും ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ അധികം ആൾക്കാർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ തിങ്ക് ദാറ്റ് സക്സസ് ഈസ് അവർ ലൈഫ്. വിജയിച്ചവരെ കാണുമ്പോൾ നമ്മൾ പറയും സക്സസ് ആണ് അവരുടെ ലൈഫ്, ശരിക്കും വിജയിക്കണം, അതാണ് ശരിക്കും ജീവിതം എന്ന് പറയും. ബട്ട് വിത്തൗട്ട് സക്സസ്, ശരിക്കും പരാജയം ആണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. കാരണം വിത്തൗട്ട് ഫെയിലർ ദർ വോണ്ട് ബി സക്സസ് ടു യു. നമുക്ക് പരാജയമില്ലാതെ ഒരു വിജയം ഉണ്ടായിരിക്കുമോ? പരാജയം ഇല്ലാതെ ഒരു വിജയം അസാധ്യമാണ്. കാരണം ഫെയിലർ ഒരിക്കലും എന്തല്ല, നോട്ട് എ വേസ്റ്റ് തിങ് അല്ല. ചില ആൾക്കാർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പറയും ഫെയിലർ ഈസ് എ വേസ്റ്റ് തിങ്, എത്രയും മോശമായിട്ടുള്ളൊരു കാര്യം, പരാജയം അത്രയും വിധിയാണ്, എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ല എന്ന്. കാരണം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഓവർകം എന്നൊക്കെ പറയും, അതിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഇറ്റ് ഈസ് ഫാർ ഫ്രം ഫേറ്റൽ, അത് ശരിക്കും it is a way to learn from our mistakes, and it is hard to become the better when you always blame yours. നമ്മളെ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്ത് ചെയ്യുക? ആ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് കരുതിക്കൊണ്ട് വേണം നമുക്ക് ജീവിക്കാൻ. അതാണ് ഫസ്റ്റ് കോട്ടിംഗ് ലൈനിൻ്റെ സക്സസ്. വിജയിച്ച ആൾക്കാർ ഇപ്പം SSLC പാസ്സായി നിങ്ങൾ വിചാരിക്കേണ്ടാവും എല്ലാം കഴിഞ്ഞു എന്നുള്ളത്. അത് വെറുതെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്, നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അവിടുന്ന് ഒരുപാട് കടമ്പകൾ നിങ്ങൾക്ക് കടക്കാനുണ്ട്.
അല്ലേ? അപ്പോൾ അത് സക്സസ് ഒരിക്കലും എന്താവുന്നില്ല, ഫൈനൽ ആവുന്നില്ല, സക്സസ് ഒരിക്കലും പൂർണ്ണമാവില്ല. അത് ജീവിതം കഴിഞ്ഞാലും എന്താവും, വിജയിച്ച ഒരാളെ അത് വിജയി എന്ന് പറയാൻ നമുക്ക് സാധിക്കുള്ളൂ. ദെൻ സക്സസ് ഇസ് ദ അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവറൻസ് എന്ന് പറയുന്നത്. സക്സസ് ഇസ് ദ റിസൾട്ട് ഓഫ് പെർസീവറൻസ്. വാട്ട് ഈസ് മീൻ ബൈ പെർസീവറൻസ്? ഇവിടെ പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പെർസീവറൻസ് മീൻസ് കണ്ടിന്യൂഡ് ഹാർഡ് വർക്ക്, നിർത്താതെയുള്ള ശരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക്, ഹാർഡ് വർക്കാണ്. അതാണ് പെർസീവറൻസ് പറഞ്ഞാൽ. പെർസീവറൻസ് കണ്ടിന്യൂഡ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യൽ തന്നെയാണ്. ദെൻ the great achievements of others can inspire us and we in turn can be an inspiration to many. The first unit of this textbook, Glimpses of Greatness, highlights the personality traits of some great people. It throws light on the qualities that are to be developed so as to become successful in life. The achievements of great men should be our inspiration. ഇവിടെ പറയുന്നുണ്ട് ശരിക്കും അച്ചീവ്മെന്റ്സ് ഓഫ് അതേഴ്സ്. ഇപ്പം മറ്റുള്ളവരുടെ വിജയം എന്ന് പറയുന്നത്, അതും പ്രത്യേകിച്ച് ഗ്രേറ്റ് പീപ്പിളിൻ്റെ വിജയം ഒരു ഇൻസ്പിറേഷനാണ്, നമുക്കൊരു ആവേശമാണ്. അവർ വിജയിച്ചത് കാണുമ്പോൾ നമുക്കും അതുപോലെ എത്തണം. അതിന് നമ്മൾ റോൾ മോഡൽ എന്നൊക്കെ പറയാം. ആരെപ്പോലെ ആയിരിക്കണം, അയാൾ നന്നായിട്ട് വിജയിച്ചാൽ ജീവിതത്തിൽ ശരിക്കും സക്സസ് ആയിട്ടുണ്ട്, അയാളെപ്പോലെ തന്നെ നമുക്ക് ആവണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക്, ഈ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞ ആദ്യത്തെ നമ്മുടെ യൂണിറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ 4 ചാപ്റ്ററാണ്. അതായത് പ്രത്യേകിച്ച് ട്രേഡ്സ് ഓഫ് എ പേഴ്സണാലിറ്റി, ഗുഡ് ട്രേഡ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ആണ്. നല്ല സ്വഭാവ സവിശേഷതകൾ, നല്ല വ്യക്തിത്വത്തിൻ്റെ മാതൃകകൾ, എന്തൊക്കെയാണ് അവരുടെ ക്വാളിറ്റീസ്, അതാണ് ഇതിൽ പറയുന്നത്. ദിസ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ലെസൺ. അപ്പോൾ ഈ യൂണിറ്റ് എത്ര ലെസൺസാണ്? 4 ലെസൺസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ എയിം എന്ന് വെച്ചാൽ ശരിക്ക് വിൽ ഇംപ്രൂവ് ദെയർ അപ്ലിക്കേഷൻ ഓഫ് ദ ലാംഗ്വേജ് ആൻഡ് ദെയർ കോണ്ടെക്സ്റ്റ്. ശരിക്കും ബിൽഡിംഗ് കോൺഫിഡൻസ് ആണ്. മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ഈ ഗ്രേറ്റ് പേഴ്സണാലിറ്റിയെ കണ്ട് നമ്മൾ പഠിക്കുക, അവരുടെ ക്വാളിറ്റീസ് നമ്മൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ വി ഹാവ് ടു ബിക്കം എ ഗ്രേറ്റ് ജസ്റ്റ് ലൈക്ക് ദം. അവരെ പോലെ തന്നെ നമുക്കും എന്തായിട്ട് മാറാം, ഒരു ഗ്രേറ്റ് മാൻ ആയിട്ട് മാറാം. അതല്ലെങ്കിൽ ജസ്റ്റ് ബിൽഡ് അപ്പ് അവർ കോൺഫിഡൻസ്. അവർ ചെയ്തതുപോലെയെങ്കിലും മിനിമെങ്കിലും അവരുടെ ഒപ്പം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആ ഒരു കോൺഫിഡൻസിലൂടെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കും, അല്ലേ? നമുക്കൊരു എയിം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ 4 ചാപ്റ്റർ ഉണ്ട്. 4 ചാപ്റ്ററിൽ ഓരോ വ്യക്തിത്വങ്ങളെ പഠിക്കാൻ പോവുകയാണ്. ആ പഠിക്കുമ്പം അവരുടെ നല്ല ക്വാളിറ്റീസ്, നമുക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റുന്ന ക്വാളിറ്റീസ് നമ്മൾ ജീവിതത്തിൽ കോപ്പി ചെയ്യുക, പകർത്തുക, അല്ലേ? എന്നിട്ട് അവർ ഹൗ ടു ബിക്കം അല്ലെങ്കിൽ ഹൗ ടു ബിക്കെയിം ദ ഗ്രേറ്റ് പീപ്പിൾ. അവരെങ്ങനെയാണ് ഗ്രേറ്റ് മാൻ ആയത്, അതിൻ്റെ പിന്നിലുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു, അവരെന്തൊക്കെയാണ് ചെയ്തത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നൗ ടേൺ ദി നെക്സ്റ്റ് പേജ്. ലെറ്റ് us begin the chapter with another quoting line. ഇതാരുടെ കോട്ടിംഗ് ലൈനാണ്? Some are born great, some achieve greatness, some have greatness thrust upon them. ഇതാരുടെ കോട്ടിംഗ് ലൈനാണ്? വില്യം ഷേക്സ്പിയർ. ഹാവ് യു ഹേർഡ് വില്യം ഷേക്സ്പിയർ? വില്യം ഷേക്സ്പിയറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാ വില്യം ഷേക്സ്പിയർ? വില്യം ഷേക്സ്പിയർ ദ ഗ്രേറ്റ് ഡ്രാമാറ്റിസ്റ്റ്, അല്ലേ? ഒരു വലിയ നാടകകൃത്താണ് വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത്. അതായത് ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഇൻ ദിസ് വേൾഡ് എന്ന് തന്നെ പറയാം ശരിക്ക്. കാരണം ഏറ്റവും മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെ ഒരു നാടകമാണ് 12th നൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഡ്രാമയിൽ നിന്നെടുത്തിരിക്കുന്ന ഒരു ചെറിയ ഭാഗം, ഒരു ഇമ്പോർട്ടൻ്റ് കോട്ടിങ്ങിലാണ്. സം ആർ ബോൺ ഗ്രേറ്റ്. അവിടെയും വന്ന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ്? നമ്മളിപ്പോൾ പഠിക്കുന്ന ഗ്രേറ്റ് ആണ്, അല്ലേ? സം ആർ ബോൺ ഗ്രേറ്റ്. ചില ആൾക്കാർ ജനിക്കുന്ന എങ്ങനെയാണ്? മഹാന്മാരായിട്ട് ജനിക്കുന്നു. ആൻഡ് സം അച്ചീവ് ഗ്രേറ്റ്നെസ്. ചിലർ മഹത്വം എന്നുള്ള സംഭവം എന്തെന്നു അച്ചീവ് ചെയ്യുന്നു. അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുന്നു. സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ചില ആൾക്കാരുടെ മേലെ ഗ്രേറ്റ്നെസ് എന്ത് ചെയ്യും? ത്രസ്റ്റ് ചെയ്യും. നീ അത് എടുത്തോ എന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സം ആർ ബോൺ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ചിലർ മഹാന്മാരായിട്ട് ജനിക്കുക. നമുക്കറിയാം ചില ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ വലിയ ആൾക്കാരാകും. കാരണം വലിയ മഹാന്മാരുടെ മക്കൾ ജനിക്കുമ്പോൾ എങ്ങനെയാണ്? മഹാന്മാരായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. കാരണം പിന്നെ സം അച്ചീവ് ഗ്രേറ്റ്. ചിലവരെന്ത് ചെയ്യും? അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് ശരിക്കും എന്താണ് ഈ മഹത്വം നേടിയെടുക്കും. അപ്പം നമ്മളെ APJ അബ്ദുൽ കലാം, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് APJ അബ്ദുൽ കലാം വളർന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഹാർഡ് വർക്കും വിൽ പവറും കൊണ്ട് മാത്രമാണ് ദ ഗ്രേറ്റ് പീപ്പിൾ, അല്ലേ? അദ്ദേഹം ഏതിലേത്? വൺ ഓഫ് ദ ഗ്രേറ്റ് പീപ്പിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു
ഗ്രേറ്റ് ആവാൻ കാരണം അതാണ്. സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ചില ആൾക്കാരുടെ മേൽ നമ്മൾ ഗ്രേറ്റ്നെസ് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. ചില രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാണ്. കാരണം അവർ ചോദിച്ചു, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നീ ഗ്രേറ്റ് ആയിക്കോ, നീ തന്നെയാണ് ഇവിടുത്തെ വലിയ ആളെന്ന് പറഞ്ഞ് അവരെങ്ങോട്ട് ഏൽപ്പിച്ചങ്ങ് കൊടുക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈസ് ഗ്രേറ്റ്നെസ് ആൻ ഇന്നേറ്റ് ട്രേറ്റ്? അപ്പോൾ വില്യം ഷേക്സ്പിയർ പറഞ്ഞ കോട്ടിംഗ് ലൈനിൽ നിന്ന് എടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്നേറ്റ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്നേറ്റ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ, നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു ക്വാളിറ്റി ആണോ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്? ആണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഐ ബിലീവ് ദാറ്റ് സക്സസ് ഇസ് നോട്ട് ആൻ ഇന്നേറ്റ്. ഒരിക്കലും ഞാനതിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഒരിക്കലും ഇൻബോൺ അല്ല ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. കാരണം വിജയിച്ച ആൾക്കാർക്കാണ് നമ്മൾ മഹാന്മാരെന്ന് പറയാം അല്ലേ? വിജയം എന്ന് പറഞ്ഞാൽ ജന്മനാ നമുക്ക് കിട്ടുന്നതാണോ? അല്ല. അപ്പം നോട്ട് അറ്റ് ഓൾ. ഈസ് ഇറ്റ് അക്വേർഡ് ബൈ ദ സക്സസ്ഫുൾ അല്ലേ? അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? സക്സസ്ഫുള്ളിലൂടെയാണോ നമുക്കത് ലഭിക്കുന്നത് ചോദിക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആയ മനുഷ്യർക്കാണ് നമ്മൾ ഗ്രേറ്റ് എന്ന് പറയാം. അത് അക്യൂർ നമ്മൾ നേടിയെടുക്കേണ്ടത് ബൈ ദ സക്സസ്ഫുൾ. എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? ശരിക്കും അങ്ങനെ ആ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കീ പോയിന്റ്സ് വേണം. എന്താണ്? ഇറ്റ് ഈസ് അക്വേർഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങൾ നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ APJ അബ്ദുൽ കലാമിനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കാണ്. അതൊരു കീ ആണ്. കാരണം സക്സസിലേക്ക് എത്താനുള്ള ഒരു താക്കോലാണ് ഇത് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതൊക്കെയാണ് ഗ്രേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് വേണം, കറേജ് വേണം. അപ്പോൾ അതിലൂടെയൊക്കെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സക്സസ് ആവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് സെക്യൂർഡ്. യെസ്, ഇറ്റ് ഈസ് സെക്യൂർഡ് ബൈ ദി സക്സസ്. ഇനി നെക്സ്റ്റ്, ഓർ ത്രസ്റ്റ് അപ്പോൺ ദം, അതോ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്? നോ അല്ലേ? കാരണം നമുക്ക് വി ക്യാൻ സി എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്, എ ലോട്ട് ഓഫ് റോൾ മോഡൽസ് ഹിയർ. മദർ തെരേസ, ഡോക്ടർ APJ അബ്ദുൽ കലാം, അബ്രഹാം ലിങ്കൺ, നെൽസൺ മണ്ടേല ആർ എ ഫ്യൂ എമംഗ് ദി ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. ഹൗ ഡു ദേ ബിക്കം ഗ്രേറ്റ്? അവരെങ്ങനെയാണ് ഗ്രേറ്റ് ആവുന്നത്? ത്രൂ ദെയർ ഹാർഡ് വർക്ക്, ബൈ ടേക്കിംഗ് റിസ്ക്. അവരുടെ ഹാർഡ് വർക്ക്, അവർ റിസ്ക് എടുത്തിട്ട്, പെർസീവറൻസ് കൊണ്ട് ആൻഡ് കറേജ് കൊണ്ട്. അപ്പോൾ സക്സസ് വാസ് നോട്ട് എ ത്രസ്റ്റ് ഓൺ ദം. ഒരിക്കൽ ഒരു സക്സസ് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് എന്നേക്കുമായി നിലനിൽക്കില്ല. അതെങ്ങനെയായാലും അവർക്ക് ടെമ്പററി ആയിട്ട് മാത്രമേ നിലനിൽക്കുള്ളൂ. അതല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റീസ് അതിൻ്റെ മേൽ കാണുകയും ചെയ്യില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്? അപ്പോൾ ഗ്രേറ്റ് ആവാൻ എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ബിലോ. ഇവിടെ താഴെ ഒരു ബോക്സ് ഒന്ന് കാണാണ്ടോ, ഗ്രേറ്റ്നെസ്. അതിൽ 2 എണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വൺ ഈസ് പെർസീവറൻസ്. പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മീനിങ് പറഞ്ഞു, എന്താണ്? കഠിനാധ്വാനമാണ്. അപ്പോൾ നിത്യേന ചെയ്യുന്ന കഠിനാധ്വാനത്തിനാണ് പെർസീവറൻസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഹാർഡ് വർക്കാണ്. അപ്പോൾ ഹാർഡ് വർക്കിനേക്കാൾ ഒന്നുകൂടി ഏതാണ്? ഹാർഡാണ് പെർസീവറൻസ്. ഇനി ബാക്കി ഏതൊക്കെയായിരിക്കും വരിക? അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 2-3 എണ്ണം. പെർസീവറൻസ് അല്ല, ഹാർഡ് വർക്ക് അല്ല, ഗ്രേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? നമുക്ക് വിൽ പവർ വേണം, വേണ്ടേ? ഒരു മനോധൈര്യം. പിന്നെ അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റ് ആവണം. ഒപ്റ്റിമിസ്റ്റ് എന്താ? ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാവുന്നതിന് പുറമെ നമുക്ക് എന്ത് വേണം? വി ഹാവ് എ നെയിം, ഒരു ലക്ഷ്യം വേണം. ഏതിലേക്കാണ് എത്തുക? സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സക്സസ്സിലെ റീച്ചിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം അല്ലേ? എയിം ഓർ ഗോള്. പിന്നെ കോൺഫിഡൻസ് വേണം, അതിലേക്ക് എത്തും എന്നുള്ളൊരു ആത്മവിശ്വാസം വേണം, സെൽഫ് കോൺഫിഡൻസ് വേണം, ഡിറ്റർമിനേഷൻ വേണം, എത്തണം എന്നുള്ളൊരു ദൃഢനിശ്ചയം വേണം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്? വിൽ പവർ, ഹാർഡ് വർക്ക്, പെർസീവറൻസ്, ഗോൾ ഓർ എയിം. ഇത് മാത്രമല്ല, ഇനിയുണ്ട് അതിനകത്ത്. ഒപ്റ്റിമിസം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വിൽ പവർ, ഗോൾ, എയിം, ഡിറ്റർമിനേഷൻ, കോൺഫിഡൻസ്, കറേജ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് ശരിക്കും ആലോചിച്ച് കണ്ടുപിടിക്കുക. ഒപ്റ്റിമിസം, കറേജ്, പിന്നെ ഡിറ്റർമിനേഷൻ, എക്സെട്ര. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വി സ്ട്രൈവ് ടു റീച്ച് ഹൈറ്റ്, അച്ചീവ് ഗ്രേറ്റ്നെസ് ആൻഡ് ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ ശരിക്കും ഒരു ആൻസറാണ് ഇവിടെ വരുന്നത്. വി സ്ട്രൈവ് ടു റീച്ച് ഹൈറ്റ്, നമ്മൾ ഹൈറ്റിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അച്ചീവ് ഗ്രേറ്റ്നെസ്, അതുപോലെ തന്നെ ഗ്രേറ്റ്നെസ് നേടാൻ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ബി സക്സസ്ഫുൾ, എന്നിട്ട് നമ്മൾ വിജയിക്കുന്നു. അപ്പോൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, അത് നേടണം എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ഹാർഡ് വർക്ക്. നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം ഇൻ അവർ ലൈഫ്. ബട്ട് അറ്റ് ടൈംസ് ഇറ്റ് സീംസ് ഡിഫിക്കൽട്ട്. പക്ഷേ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരെ കൊണ്ട് പറ്റാത്തൊരു സംഭവമാണ്. ചിലപ്പോൾ മടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹാർഡ് വർക്കിലേക്ക് എത്തില്ല. അതിനേക്കാൾ മോസ്റ്റ് നമുക്ക് തോന്നുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മ, ആത്മവിശ്വാസക്കുറവാകുമ്പോൾ നമ്മൾ അതിലേക്ക് എത്താൻ പ്രയാസമാണ്. Now look at the picture given below. What do you see in this picture? എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. വാട്ട് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഡസ് ഇറ്റ് ഇവോക്ക് ഇൻ യു? നിങ്ങൾ കാണും. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ?
എ ടീച്ചർ ഈസ് പുഷിങ് എ ചൈൽഡ്, അല്ലേ, തള്ളിക്കൊണ്ടുപോവാണ് മൈക്കയുടെ മുമ്പിക്ക്. അപ്പോൾ അപ്പുറത്താണെങ്കിൽ 3 ആൾ എത്തി നോക്കുന്നത് ആരൊക്കെയായിരിക്കാം? ജഡ്ജായിരിക്കും. അപ്പോൾ സ്കൂൾ ആനിവേഴ്സറി എന്നുള്ളൊരു ബോർഡ് അവിടെ കാണുന്നുണ്ട്. പിന്നെ ഈ കുട്ടിയുടെ പെർഫോമൻസ് കാണാനായിട്ട് ഇപ്പോഴത്തെ കുറേ ആൾക്കാർ ഇത് എത്തി നോക്കുന്നു. അപ്പോൾ ശരിക്കും എന്തായിരിക്കും ഇവിടെ സംഭവം? ശരിക്കും നമുക്ക് പറയാം, വാട്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഡസ് ഇറ്റ് ഇൻവോക്ക് യു? ഈ നമ്മളിൽ ഉണർത്തുന്ന ചിന്തകളും അതുപോലെ തന്നെ ഫീലിങ്സും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ചിന്ത എന്താണ്? ദ ബോയ് ഈസ് ആസ്ക്ഡ് ടു സ്പീക്ക് ഓർ ടു സിങ് ഓൺ ദി സ്റ്റേജ് ബിഫോർ ദി മൈക്ക് ഓൺ ദി സ്കൂൾ ആനിവേഴ്സറി ഡേ, അല്ലേ? ടീച്ചർ എന്തോ ഒരു പെർഫോം ചെയ്യാൻ വേണ്ടി കുട്ടിയോട് പറഞ്ഞിരിക്കുകയാണ്. ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷെ കുട്ടിക്ക് അത് സാധിക്കുന്നുണ്ടോ? ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. അതാ കുട്ടിക്ക് സാധിക്കുന്നില്ല. ഹീ ഈസ് ഷൈ. കാരണം എന്താണ്? അവനാകെ നാണമാണ്. ദ ടീച്ചർ ഫോഴ്സസ് ഹിം. അതുകൊണ്ട് ടീച്ചർ അവനെ നിർബന്ധിക്കുകയാണ് ടു സേ സംതിങ് ഓർ ടു സിങ് എ സോങ്. അതും എവിടെ വെച്ച് ചെയ്യണം? ദ ജഡ്ജ് ഓൺ ദ സ്റ്റേജ് ആൻഡ് ദ അതർ സ്റ്റുഡൻസ് ഇൻ ദ ഓഡിയൻസ്. അപ്പോൾ ജഡ്ജിൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ മുമ്പിലൊക്കെ എന്ത് ചെയ്യണം? ടു ഡു എനി പെർഫോം. ആ കുട്ടിയോട് എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യാനാണ് അവിടെ പറയുന്നത്. ആൻഡ് ഈഗേളി വാച്ച് ഹിം. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, അല്ലേ? ദ ബോയ് ഹാസ് നോ കറേജ് ആൻഡ് ലാക്സ് ഓഫ് കോൺഫിഡൻസ്. കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താ? അവന് ധൈര്യമില്ല, അവന് അതുപോലെ തന്നെ അത് പറയാനും പറ്റുന്നില്ല. ഇനി ഗിവ് എ സ്യൂട്ടബിൾ ക്യാപ്ഷൻ ടു ദ പിക്ചർ. ഈ പിക്ചറിന് അത് അനുയോജ്യമായൊരു ക്യാപ്ഷൻ കൊടുക്കണം. വാട്ട് ഈസ് ക്യാപ്ഷൻ? വാട്ട് ഈസ് മീൻ ബൈ ക്യാപ്ഷൻ? എന്താണ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഹിയർ ക്യാപ്ഷൻ. എ ക്യാപ്ഷൻ ഈസ് എ ടെക്സ്റ്റ് ഓർ കമൻറ്റ് ദാറ്റ് അപ്പിയേഴ്സ് ബിഫോർ ആൻ ഇമേജ് ഓർ പിക്ചർ. എ ക്യാപ്ഷൻ ഷുഡ് ബി ബ്രീഫ് ബട്ട് ക്യാച്ചിങ്. ഇറ്റ് ഷുഡ് അട്രാക്ട് ദ റീഡർ. ഇതാണ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഒരു ക്യാപ്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു ഇമേജിൻ്റെ മുമ്പ് പ്രത്യക്ഷപ്പെടുന്ന ഒരു ടൈറ്റിലാണ്. ഒരു ടൈറ്റിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ചിത്രത്തിന് മുമ്പ് കാണിക്കുന്ന അടിയിലോ മേലെയോ കാണിക്കുന്ന ഒരു ടൈറ്റിലാണ്. അതെപ്പോഴും വളരെ ബ്രീഫായിരിക്കണം, ബട്ട് ക്യാച്ചിങ്, വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. കാരണം അത് കണ്ട റീഡേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവണം, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റ്സ് മാത്രം. അത് വാരി വലിച്ചെഴുതാൻ പാടില്ല ക്യാപ്ഷൻ. നമ്മൾ ഹെഡിങ് കൊടുക്കുക എന്ന് പറയും. സാധാരണ ഒരു ടൈറ്റിൽ കൊടുക്കുന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാപ്ഷൻ കൊടുക്കേണ്ടത്. ഈ പിക്ചറിന് അപ്പോൾ നമ്മൾ എന്ത് ക്യാപ്ഷനാണ് കൊടുക്കുക? ശരിക്കും പറയാം, ഈ കുട്ടി പറയുന്നൊരു വേർഡ് മാത്രം പറഞ്ഞാൽ മതി. പുഷിങ് ദ ചൈൽഡ് എന്നോ, അതല്ലെങ്കിൽ റിലക്റ്റിംഗ് ദി ആക്ടിവിറ്റീസോ, മനസ്സോടെ ചെയ്യുന്ന പ്രവൃത്തിന്നോ, അല്ലെങ്കിൽ നോ ഐ കാൺറ്റ്, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാലും മതി. അപ്പോൾ എന്ത് ക്യാപ്ഷൻ വേണമെങ്കിലും നമുക്കിവിടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേറൊരു പിക്ചർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? ഒരു സ്ത്രീയുടെ വേസ്റ്റ് ഡബ്ബിയാണ് കാണാൻ പറ്റുന്നുണ്ടോ? അതിലിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻസർ എന്താ? ലെറ്റ് ദിസ് ബി മൈ കോൺട്രിബ്യൂഷൻ. എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതുപോലെ കുറേ ക്യാപ്ഷൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൊടുക്കാം. മനസ്സിലായല്ലോ? എന്ത് ക്യാപ്ഷനാണ് അപ്പോൾ നമ്മൾ കൊടുക്കാൻ പറഞ്ഞത്? നോ ഐ കാണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അൺവില്ലിങ് ആക്ടിവിറ്റി, അതല്ലെങ്കിൽ റിലക്റ്റൻറ്റ് പ്രോഗ്രാം എന്നോ, ദ പുഷിങ് ദ ചൈൽഡ് എന്നോ, അങ്ങനെ എന്തെങ്കിലും പറയാം. ഫോഴ്സിങ് ദ ചൈൽഡ് എന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു ഹാഡ് എനി സിമിലർ എക്സ്പീരിയൻസ്? ഇതുപോലത്തെ സെയിം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇഫ് സോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും എഴുതി വെക്കണം. ദിസ് ഈസ് ഓൾമോസ്റ്റ് എവരിബഡീസ് എക്സ്പീരിയൻസ്. ഞാനൊരു ചെറിയ കാര്യം പറയാം, എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഇതുപോലെ തന്നെ ആയിരിക്കാം. വെൻ വി ആർ ആസ്ക്ഡ് ടു പെർഫോം എനിത്തിങ് ബിഫോർ ദി ഗ്യാതറിങ്, ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തിന് മുന്നിലേക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യാൻ പറയുകയാണെങ്കിൽ വി ആർ അൺവില്ലിങ് ടു ഡു, നമ്മളത് ചെയ്യാൻ മടിക്കും, അല്ലേ? വി ആർ വെരി ഹെസിറ്റേറ്റിംഗ്. ഒന്നെങ്കിൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കാം, അതല്ലെങ്കിൽ പേടിയായിരിക്കാം. വി ഫീൽ ഷിവറിങ് തോന്നാം, കിഡിനെസ് തോന്നാം, അല്ലെങ്കിൽ വേർഡ്സ് വിൽ നോട്ട് കം ഔട്ട് ഓഫ് അവർ മൗത്ത്. വായിൽ നിന്ന് ശരിക്കും വാക്കുകൾ പുറത്തേക്ക് വരില്ല, നമ്മളാകെ വിറയ്ക്കും, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ കൈൻഡ്സ് ഓഫ് ഫിയറിംഗ് ഒക്കെ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് പ്രാക്ടീസ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാം, വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാവാം, 10th സ്റ്റാൻഡേർഡിലാവാം. ദ ടീച്ചർ ആസ്ക്ഡ് മീ ടു ഡു എനി പെർഫോം. എന്തെങ്കിലും പാട്ട് പാടാനാവാം, സ്പീച്ച് ആവാം, അതല്ലെങ്കിൽ ഒരു ടോപ്പിക് പ്രസൻറ്റ് ചെയ്യാൻ പറയാം. അന്നത്തെ ആ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ എഴുതിക്കുക. നിങ്ങൾക്ക് ഷിവറിങ് തോന്നിയോ, അതോ കണ്ണ് തുറക്കാൻ പറ്റാതായോ, വാക്കുകൾ പുറത്തേക്ക് വരാതായോ? ബട്ട് സം ഓഫ് അസ് ഹാവ് വെരി കറേജ്. പക്ഷെ നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും. അവർക്കെന്താണ്? ദേ ഹാവ് വെരി കറേജ് ആൻഡ് ദേ വിൽ റെഡി ടു ഡു എനിത്തിങ്. എന്ത് ചെയ്യാനും അവർ റെഡി ആയിരിക്കും, അല്ലേ? ബിഫോർ ദി മൈക്കിന് കിട്ടിയാൽ മതി, പിന്നെ അവർ വിടുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. എന്താ കാരണം?
ദേ ഹാവ് എക്സ്പീരിയൻസ്, ദേ ഹാവ് പ്രാക്ടീസ്. അവർക്ക് എന്തുണ്ട്, അവർ പ്രാക്ടീസ് ചെയ്ത ശീലമുണ്ട്, എക്സ്പീരിയൻസ് ചെയ്ത ശീലമുണ്ട്. അതല്ലെങ്കിൽ സോ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് ആർ ദ റീസൺ. നമ്മളുടെ കാരണം എന്താണ്, ശരിക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. നമുക്ക് എല്ലാത്തിനും ഒരു റെഡിനെസ് വേണം, വില്ലിങ്നെസ് വേണം. ഐ ആം റെഡി, ഐ ക്യാൻ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ മോട്ടിവേഷൻ ഓഫ് പാരൻസ്, ടീച്ചേഴ്സ്, ഇതൊക്കെയാണ് ക്യാൻ ഹെൽപ്പ് അസ് ടു റീച്ച് അവർ സക്സസ്. നമ്മുടെ സക്സസ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മോട്ടിവേഷനും എൻകറേജ്മെൻറ്റും അത്യാവശ്യമാണ്. ഇവിടെ ഈ കുട്ടിയെ ബാക്കിയുള്ളവരെ കൂടി എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ക്യാൻ ഡു എനിത്തിങ്, അവൻ എന്തും ചെയ്യാൻ സാധിക്കും ആ പബ്ലിക് പെർഫോമൻസിൻ്റെ സ്റ്റേജിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ലെറ്റ് സ്റ്റോപ്പ് ഹിയർ. ദ നെക്സ്റ്റ് ചാപ്റ്റർ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് ആണ്. ഇതുപോലെ തന്നെ ഒരു ക്ലാസ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.